വെൽക്കം ഓൾ. ഏണസ്റ്റ് അക്കാദമിയുടെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സർവേയിങ്ങിന്റെ ലെവലിംഗ് എന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എക്സാംസിനെല്ലാം തന്നെ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. ഇതിൽ നിന്നും തിയറി അതുപോലെ തന്നെ പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറുണ്ട്. സോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. അപ്പം അതിന്റെ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. The main contents of this presentation അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ക്ലാസ്സിലെ കവർ ചെയ്യാൻ പോകുന്ന പോർഷൻസ് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു ലെവലിംഗ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് ലെവലിംഗ്, പ്രിൻസിപ്പിൾസ് ഓഫ് ലെവലിംഗ്, ടേംസ് യൂസ്ഡ് ഇൻ ലെവലിംഗ്, ടൈപ്സ് ഓഫ് ബെഞ്ച്മാർക്ക് ആൻഡ് മെത്തേഡ്സ് ഓഫ് ലെവലിംഗ് ആണ്. ഓക്കെ, നമുക്ക് സെഷനിലേക്ക് കടക്കാം. ആദ്യം തന്നെ എന്താണ് ലെവലിംഗ് അല്ലെങ്കിൽ എന്തിനാണ് ലെവലിംഗ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. സോ ബൈ ദി ഡെഫിനിഷൻ പ്രകാരം പറയുന്നത് ദ ആർട്ട് ഓഫ് ഡിറ്റർമൈനിങ് ദ റിലേറ്റീവ് ഹൈറ്റ്സ് ഓഫ് ഡിഫറെന്റ് പോയിന്റ്സ് ഓൺ ഓർ ബിലോ ദി സർഫസ് ഓഫ് എർത്ത് ഈസ് നോൺ ആസ് ലെവലിംഗ്. നമുക്ക് എർത്തിന്റെ സർഫസ് എങ്ങനെയാണെന്ന് അറിയാം അല്ലെ? ഒരു സ്പിറോയിഡൽ ഷേപ്പാണ് ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യാറ്. അപ്പൊ ഒരു എർത്തിന്റെ സർഫസ് എടുത്താൽ അതിന്റെ സർഫസ് എപ്പോഴും ഒരുപോലെ ആയിരിക്കണമെന്നുണ്ടോ? ഇല്ല, എല്ലാം പല അൺഡുലേഷൻസും ഡിപ്രഷൻസും ഒക്കെ ഉള്ളതാണ്. അപ്പം ആ ഒരു സർഫസിലെ ഒരു പോയിന്റ് അത് എബോവ് ആകാം, അത് ബിലോ ആകാം. ആ ഒരു എർത്തിന്റെ സർഫസിന്റെ മുകളിലുള്ള പോയിന്റോ അല്ലെങ്കിൽ എർത്തിന്റെ സർഫസിന്റെ താഴെയുള്ള പോയിന്റിന്റെയോ റിലേറ്റീവ് ഹൈറ്റ്, അതായത് അത് എത്ര ഉയരത്തിലാണ് അല്ലെങ്കിൽ എത്ര താഴ്ചയിലാണ് എന്ന് കണ്ടുപിടിക്കുന്ന ആ ഒരു പ്രോസസ്സിനെ അല്ലെങ്കിൽ ആ ഒരു മെത്തേഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലെവലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ലെവലിംഗിന് നമ്മൾ എടുക്കുന്ന മെഷർമെന്റ്സ് എല്ലാം എന്ത് തന്നെയായിരിക്കും? വെർട്ടിക്കൽ മെഷർമെന്റ്സ് അല്ലെങ്കിൽ വെർട്ടിക്കൽ പ്ലെയിനിലുള്ള മെഷർമെന്റ്സ് ആയിരിക്കും. അപ്പൊ നമ്മൾ ലെവലിംഗ് എന്താണെന്നാണ് പറഞ്ഞത്? ദാറ്റ് ഈസ് ഡിറ്റർമൈനിങ് ദ റിലേറ്റീവ് ഹൈറ്റ് ഓഫ് ഡിഫറെന്റ് പോയിന്റ്സ് ഓൺ ഓർ ബിലോ ദി സർഫസ് ഓഫ് എർത്തിനെയാണ് നമ്മൾ ലെവലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ഒബ്ജക്റ്റീവ്സ് ഓഫ് ലെവലിംഗിലേക്ക് പോകാം. ഓക്കെ, മെയിൻ ആയി രണ്ട് ഒബ്ജക്റ്റീവ്സ് ആണ് ലെവലിംഗിനുള്ളത്. ആദ്യത്തെ ഒബ്ജക്റ്റീവ്, നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ, അതായത് കുറെ ഡേറ്റ നമുക്ക് തന്നിട്ടുണ്ട്, അല്ല തന്നിട്ടില്ലെങ്കിൽ നമ്മൾ കുറച്ച് ഡേറ്റാസ് അസ്യൂം ചെയ്യാന്ന് വിചാരിക്കാം. ആ ഒരു ഡേറ്റയുടെ ബേസിൽ പല പോയിന്റ്സുകൾ നമുക്ക് തന്നിട്ടുണ്ട്. ആ പോയിന്റ്സിന്റെ ഹൈറ്റ് അഥവാ എലിവേഷൻ അല്ലെങ്കിൽ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളത് ലെവലിംഗിന്റെ ഓരോ ഒബ്ജക്റ്റീവ് ആണ്. ഓക്കെ, അപ്പൊ പറഞ്ഞത് എന്താണ്? നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റയുടെ ബേസിൽ കുറച്ച് പോയിന്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ ആ പോയിന്റ്സിന്റെ ഹൈറ്റ് അല്ലെങ്കിൽ റെഡ്യൂസ് ലെവൽ ഓർ എലിവേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ആയിട്ട് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് എന്താണ്? നമുക്ക് കുറച്ച് ഡേറ്റ തന്നിട്ടുണ്ട്, അസ്യൂംഡ് ഡേറ്റ ആവാം, അല്ലെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന കുറച്ച് ഗിവൺ ഡേറ്റാസ് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയെങ്കിൽ ആ ഡേറ്റയുടെ ബേസിൽ നമ്മൾ കുറച്ച് പോയിന്റ്സുകളെ, ഒരു പോയിന്റോ അല്ലെങ്കിൽ പല പോയിന്റുകളിലെയോ എസ്റ്റാബ്ലിഷ് ചെയ്യാം, അല്ലെ ആ പോയിന്റുകൾ എവിടെയാണെന്ന് ഫിക്സ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ എന്ത് തന്നെയാണ് പറയുന്നത്? ലെവലിംഗ് ആയിട്ടാണ് പറയാറ്. ഓക്കെ, അപ്പൊ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സെറ്റിംഗ് ഔട്ട് ഓഫ് എ ബിൽഡിംഗ്. നമ്മളൊരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ ഇനിഷ്യലി നമ്മൾ എന്താണ് ചെയ്യാറ്? ആദ്യം അത് സെറ്റിംഗ് ഔട്ട് ചെയ്യും അല്ലെ? അപ്പൊ ഈ സെറ്റിംഗ് ഔട്ടിൽ നമ്മൾ എന്ത് തന്നെയാണ് ചെയ്യുന്നത്? ലെവലിംഗ് പ്രോസസ്, അതായത് പല പോയിന്റ്സുകളെ എസ്റ്റാബ്ലിഷ് ചെയ്യുക, അല്ലെ പോയിന്റുകളുടെ പൊസിഷൻ ഫിക്സ് ചെയ്യലാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഇനി അടുത്തത് നമ്മൾ മൂവ് ചെയ്യുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ലെവലിംഗിലേക്കാണ്. ഓക്കെ, എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ലെവലിംഗ് പറയുന്നത്? നമ്മളിപ്പോ പറഞ്ഞു പല പോയിന്റുകൾ, അത് ഒരു സർഫസിന്റെ മുകളിലുള്ളതാവാം അല്ലെങ്കിൽ താഴെയുള്ളതാവാം. ഈ പോയിന്റുകളുടെ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഓഫ് സൈറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുക, ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഓഫ് സൈറ്റ് ഒബ്റ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ലെവലിംഗിന്റെ ബേസിക് പ്രിൻസിപ്പിൾ ആയിട്ട് വരുന്നത്. സോ ആ ഹൊറിസോണ്ടൽ ലൈൻ ഓഫ് സൈറ്റിൽ നിന്നും നമ്മുടെ പോയിന്റ് എത്ര മുകളിലാണ് അല്ലെങ്കിൽ എത്ര താഴെയാണ് എന്നുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസസ് ആണ് നമ്മൾ ഈ ഒരു ലെവലിംഗിൽ കണ്ടുപിടിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് എന്തൊക്കെയായിരുന്നു? ലെവലിംഗ് എന്താണ്, ലെവലിംഗിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് പറഞ്ഞു. അതിനുശേഷം
ഒബ്ജക്റ്റീവ്സ് ഓഫ് ലെവലിംഗ് പറഞ്ഞു, ദെൻ പ്രിൻസിപ്പിൾ ഓഫ് ലെവലിംഗ്. ഇനി നെക്സ്റ്റ് മൂവ് ഓൺ ടു ദി ടേംസ് യൂസ്ഡ് ഇൻ ലെവലിംഗ്. അതായത് ലെവലിംഗിന്റെ പ്രോബ്ലംസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് ടേംസ് അറിഞ്ഞിരിക്കണം. പ്രോബ്ലംസ് അല്ലെങ്കിൽ അതിന്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നതിന് മുമ്പ് അതിന്റെ ബേസിക് ആയിട്ടുള്ള ടേംസ് ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ആ ടേംസിലേക്ക് പോകാം. അതിനു മുമ്പ് ഈ ഒരു പിക്ചർ നോക്കിയേ. ഇതില് നമുക്ക് കുറെ അധികം ടേംസ് കാണിച്ചിട്ടുണ്ട് അല്ലെ? എന്തൊക്കെയാണ്? ലെവൽ സർഫസ് എന്താണ്, ലെവൽ ലൈന്, അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ പ്ലെയിന്, ഹൊറിസോണ്ടൽ ലൈൻ, വെർട്ടിക്കൽ ലൈൻ, അതുപോലെ തന്നെ ഡേറ്റം, എലിവേഷൻ എന്നിങ്ങനെ കുറെ ടേംസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് 1 by 1 ആയിട്ട് ഓരോന്നും എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. സോ ആദ്യം നമ്മൾ പോകുന്നത് ലെവൽ സർഫസ് എന്താണെന്നുള്ളതാണ്. ഓക്കെ, നമുക്കറിയാം നമ്മുടെ എർത്തിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് സ്പിറോയിഡൽ ഷേപ്പ് ആണ് അല്ലെ? സോ അങ്ങനെയെങ്കിൽ ആ ഒരു സ്പിറോയിഡൽ ഷേപ്പ് അല്ലെങ്കിൽ ഒരു സ്പിറോയിഡൽ സർഫസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ സർഫസിന് പാരലൽ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്യുന്ന ഒരു സർഫസിനെയാണ് എന്ത് ലെവൽ സർഫസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എന്താണ് ലെവൽ സർഫസ്? എനി സർഫസ് വിച്ച് ഈസ് പാരലൽ ടു ദി മെയിൻ സ്പിറോയിഡ് ഓഫ് ദി എർത്ത് ഈസ് കോൾഡ് ലെവൽ സർഫസ്. അങ്ങനെയെങ്കിൽ ലെവൽ ലൈൻ എന്തായിരിക്കാം? ആ ലെവൽ സർഫസിലുള്ള രണ്ട് പോയിന്റുകളെ, അതായത് ഞാനിപ്പോ ഇവിടെ ഒരു പോയിന്റ് എടുക്കുന്നു, അതുപോലെ തന്നെ ദേ ഇവിടെ ഒരു പോയിന്റ് എടുക്കുന്നു. അങ്ങനെയെങ്കിൽ ഇത് തമ്മിൽ കണക്ട് ചെയ്യുന്ന ലൈനിനെ നമുക്ക് എന്ത് പറയാം? ഒരു ലെവൽ ലൈൻ എന്ന് പറയാം. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ സർഫസിലുള്ള അതായത് ലെവൽ സർഫസിലുള്ള പോയിന്റുകളുടെയൊക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ എലിവേഷൻ അല്ലെങ്കിൽ ഇതിന്റെ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഏത് പോയിന്റ് എടുത്താലും അതിലെ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് അഥവാ എലിവേഷൻ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അതുപോലെ തന്നെ ഏതൊരു പോയിന്റിൽ ആ ഒരു ലെവൽ സർഫസിലെ ഏതൊരു പോയിന്റിൽ നിന്നും നമ്മൾ എർത്തിന്റെ സെന്ററിലേക്ക് ഒരു ലൈൻ വരയ്ക്കുവാണെങ്കിൽ അത് എങ്ങനെയായിരിക്കും? അത് പെർപെൻഡിക്കുലർ ആയിരിക്കും, അല്ലെങ്കിൽ അത് നോർമൽ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യാം. ഓക്കെ, സോ ലെവൽ ലൈനിൽ അല്ലെങ്കിൽ ലെവൽ സർഫസിൽ ഏതൊരു പോയിന്റ് എടുത്ത് അതിൽ നിന്നും നമ്മൾ എർത്തിന്റെ സെന്ററിലേക്ക് ഒരു ലൈൻ വരച്ചാൽ ആ ലൈനിനെ നമ്മൾ പറയുന്ന പേരാണ് വെർട്ടിക്കൽ ലൈൻ അഥവാ പ്ലംബ് ലൈൻ എന്ന് പറയുന്നത്. സോ ആ ലൈൻ എങ്ങനെയായിരിക്കും? ഓൾവേസ് നോർമൽ ടു ദി ലെവൽ സർഫസ് അല്ലെ ലെവൽ ലൈൻ ആയിരിക്കും. ഓക്കെ, ആ ഒരു പോയിന്റും ഓർത്തിരിക്കാം. ഇനി അടുത്തത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഹൊറിസോണ്ടൽ സർഫസ് അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ ലൈൻ എന്നിങ്ങനെ രണ്ട് ടേം ആണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് ഹൊറിസോണ്ടൽ സർഫസ് എന്താണെന്ന് നോക്കാം. നമ്മളിപ്പോ പറഞ്ഞു നിർത്തിയത് എന്താണ്? ലെവൽ സർഫസ് എന്താണെന്നാണ് അല്ലെ? അപ്പൊ ലെവൽ സർഫസ് ആണ് ഞാൻ ഈ കാണിക്കുന്നത്. സോ ലെവൽ സർഫസിലെ ഒരു പോയിന്റ് എടുക്കുക. ആ പോയിന്റിന് ടാൻജൻഷ്യൽ ആയിട്ട് ഞാനൊരു സർഫസ് കൺസിഡർ ചെയ്യാം. ടാൻജൻഷ്യൽ ആയിട്ട് ഒരു സർഫസ്, ഒരു പ്ലെയിന് കൺസിഡർ ചെയ്യാം. അങ്ങനെയെങ്കിൽ ആ സർഫസിനെ വിളിക്കുന്ന പേരാണ് ഹൊറിസോണ്ടൽ സർഫസ് അഥവാ ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ പ്ലെയിനിന്റെ പ്രത്യേകത എന്താണ്? ആ പ്ലെയിനിലുള്ള ഓരോ പോയിന്റുകൾ എടുത്താൽ ആ പോയിന്റിന്റെ എല്ലാം എലിവേഷൻ സെയിം തന്നെ ആയിരിക്കുമോ? ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, അതായത് ആ ഓരോ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കില്ല അല്ലെ? ആ ഒരു ഹൊറിസോണ്ടൽ സർഫസിലെയോ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ലൈനിന്റെയോ പോയിന്റുകളുടെ എലിവേഷൻ എന്ന് പറയുന്നത് വ്യത്യാസമായിരിക്കും. അതേസമയം ലെവൽ സർഫസിൽ എങ്ങനെയായിരിക്കും? പോയിന്റുകളുടെ എലിവേഷൻ സെയിം ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത്, അപ്പോ ലെവൽ സർഫസ് പറഞ്ഞു, ലെവൽ ലൈൻ പറഞ്ഞു, ഹൊറിസോണ്ടൽ സർഫസ് പറഞ്ഞു. ഹൊറിസോണ്ടൽ ലൈൻ എന്താണ്? ഹൊറിസോണ്ടൽ സർഫസിൽ ലേ ചെയ്യുന്ന ലൈനിനെ പറയുന്ന പേരാണ് ഹൊറിസോണ്ടൽ ലൈൻ. ഓക്കെ, ഇനി അടുത്തത് ഹൊറിസോണ്ടൽ ലൈനിന്റെ കുറച്ച് പ്രത്യേകതകൾ കൂടെയാണ് നമുക്ക് പറയാനുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു പ്ലംബ് ലൈൻ അല്ലെങ്കിൽ വെർട്ടിക്കൽ ലൈൻ എന്ന് പറയുന്നത് ലെവൽ സർഫസിൽ നിന്നും കണക്ട് ചെയ്യുന്ന പ്ലംബ് ലൈൻ എങ്ങനെയായിരിക്കും? എപ്പോഴും പെർപെൻഡിക്കുലർ ആയിരിക്കും അല്ലെ? അതേസമയം നമ്മൾ ഹൊറിസോണ്ടൽ ലൈനിൽ നിന്ന് വരയ്ക്കുന്ന ഹൊറിസോണ്ടൽ ലൈനിലെ ഓരോ പോയിന്റുകളിലും നിന്ന് വരയ്ക്കുന്ന ലൈൻ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ആംഗിൾ ആയിരിക്കും മേക്ക് ചെയ്യുന്നേ? അല്ല. ദാറ്റ് ഈസ് 90 ഡിഗ്രിയിൽ നിന്നും മാറ്റിയുള്ള അല്ലെങ്കിൽ വേറെ ആംഗിളുകളായിരിക്കും ഹൊറിസോണ്ടൽ ലൈനിലെ പോയിന്റുകൾ ഒരെണ്ണം ഒഴിച്ച്. അതേതാ?
ആ പോയിന്റ് എന്ന് പറയുന്നത് ഏതാണ്? അതായത് നമ്മൾ ഏതൊരു പോയിന്റിൽ വെച്ചിട്ടാണോ ടാൻജന്റ് വരച്ച് ഹൊറിസോണ്ടൽ സർഫസ് മേക്ക് ചെയ്യുന്നത്, ആ ഒരൊറ്റ പോയിന്റിലെ മാത്രം ലൈൻ എന്ന് പറയുന്ന വെർട്ടിക്കൽ ലൈൻ അഥവാ പ്ലംബ് ലൈൻ എന്ന് പറയുന്ന 90 ഡിഗ്രി ആയിരിക്കും മേക്ക് ചെയ്യുക. ബാക്കി എല്ലാ പോയിന്റുകളും 90 ഡിഗ്രിയിൽ നിന്നും മാറ്റിയുള്ള ആംഗിൾ ആയിരിക്കും മേക്ക് ചെയ്യുക. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങൾ ഹൊറിസോണ്ടൽ ലൈനിനെ കുറിച്ചും ഹൊറിസോണ്ടൽ സർഫസിനെ കുറിച്ചും അറിഞ്ഞിരിക്കാം. ഇനി അടുത്ത നമ്മളിപ്പോ കുറച്ചു നേരമായിട്ട് വെർട്ടിക്കൽ ലൈൻ അല്ലെങ്കിൽ പ്ലംബ് ലൈൻ എന്നൊക്കെ പറയുന്നു. എന്താണ് ഈ പ്ലംബ് ലൈൻ? നമുക്കറിയാം, നമ്മൾ ഈ പ്ലം ബോബ് എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് സർവേക്കൊക്കെ യൂസ് ചെയ്യുന്നതാണ്. സോ ആ പ്ലം ബോബ് ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ തൂക്കി പിടിച്ചു കഴിഞ്ഞാൽ അത് ആ ഒരു ലൈൻ, ആ ഒരു പ്ലം ബോബിന്റെ ലൈൻ നേരെ എങ്ങോട്ടായിരിക്കും മീറ്റ് ചെയ്യുന്നത്? എർത്തിന്റെ സെന്ററിലേക്കായിരിക്കും അല്ലെ? സോ അങ്ങനെയെങ്കിൽ ആ ലൈനിനെ നമ്മൾ പറയുന്ന പേരാണ് പ്ലംബ് ലൈൻ എന്ന് പറയുന്നത്. നോർമലി അങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. അല്ല, ബൈ ദി ഡെഫിനിഷൻ പറയുകയാണ്, ഇറ്റ് ഈസ് എ ലൈൻ നോർമൽ ടു ലെവൽ ലൈൻ അറ്റ് എ പോയിന്റ്. അതായത് നമ്മുടെ ലെവൽ ലൈൻ ഏതാണ്? ഈ ഒരു ലൈൻ അല്ലെ, ലെവൽ സർഫസിലുള്ള ലൈനെയാണ് ലെവൽ ലൈൻ എന്ന് പറയുന്നത്. ആ ലെവൽ ലൈനിന് നോർമൽ ആയിട്ട് വരയ്ക്കുന്ന ലൈനിനെ നമുക്ക് എന്ത് പറയാം? വെർട്ടിക്കൽ ലൈൻ അഥവാ പ്ലംബ് ലൈൻ എന്ന് പറയാം. മനസ്സിലായോ? ഓക്കെ, ഇനി അടുത്തത് നമ്മൾ നീങ്ങുന്നത് ഡേറ്റം എന്ന് പറയുന്ന ഒരു ടേമിലേക്കാണ്. നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഡേറ്റം എന്ന് പറയുന്ന ഒരു ടേം. സോ ആ ഡേറ്റവും എപ്പോഴും വ്യത്യാസം അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ വരുന്ന ടേമാണ് ഡേറ്റവും ബെഞ്ച് മാർക്കും. അപ്പം ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതും കൂടെ നമുക്ക് ഈ കൂട്ടത്തിൽ നോക്കി പോകാം. അപ്പം ഡേറ്റം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ആർബിട്രറി അസ്യൂംഡ് ലെവൽ സർഫസ് from which the vertical distances are measured. നമ്മൾ ഒരു ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ആലപ്പുഴയുടെ കേസ് എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ പറയാറുണ്ട് മീൻ സീ ലെവലിൽ നിന്ന് താഴ്ന്ന പ്രദേശമാണ്, അല്ലെങ്കിൽ അത് താഴ്ന്ന പ്രദേശമായതുകൊണ്ടാണ് ആലപ്പുഴ എപ്പോഴും വെള്ളത്തിൽ മുങ്ങിപ്പോവാറ് എന്ന് അല്ലെ. ഈ ഫ്ലഡ് ഒക്കെ യൂഷ്വലി വരാറുള്ളതിന്റെ കാരണം അത് താഴ്ന്ന പ്രദേശമാണെന്ന് പറയാറുണ്ട്. ഈ താഴ്ന്ന പ്രദേശമാണ് ആലപ്പുഴ എന്നുള്ളത് നമ്മൾ എങ്ങനെ ഫിക്സ് ചെയ്യുന്നത്? അത് ഒരു റെഫറൻസ്, ഒരു സർഫസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത് ഇന്ന പ്രദേശം അതായത് മീൻ സീ ലെവലിൽ നിന്ന് മുകളിലാണ്, അല്ലെങ്കിൽ ഇന്ന പ്രദേശം താഴ്ന്ന പ്രദേശമാണെന്ന് പറയുന്നത് ഒരു റെഫറൻസ് സർഫസിനെ വെച്ചിട്ടാണ്. സോ ആ റെഫറൻസ് സർഫസിനെ നമ്മൾ പറയുന്ന പേരാണ് ഡേറ്റം. ഏതൊരു അസ്യൂംഡ് റെഫറൻസ് സർഫസ് ആണോ അതിനെ വെച്ചിട്ട് നമ്മൾ നമ്മുടെ പോയിന്റ് എത്ര ഉയരത്തിലാണ്, അല്ലെങ്കിൽ ഏതൊരു സർഫസിനെ വെച്ചിട്ടാണോ നമ്മൾ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത്, ഒരു പോയിന്റിലേക്കുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ്, അത് എബോവ് ആകാം അല്ലെങ്കിൽ ബിലോ ആകാം, ആ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡേറ്റം. നമ്മൾ ഇന്ത്യയില് ചൂസ് ചെയ്തിരിക്കുന്നത്, അതായത് മീൻ സീ ലെവലാണ് നമ്മൾ അങ്ങനെ ഒരു കൺവീനിയന്റ് ഡേറ്റമായിട്ട് ചൂസ് ചെയ്യാറുള്ളത്. സോ ദാറ്റ് ഈസ് MSL. ഇന്ത്യയില് ഈ ഒരു MSL എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിക്കുന്നത് 19 വർഷത്തെ ഒബ്സർവേഷൻ വെച്ചിട്ടാണ്. അത് എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ MSL എന്ന് പറയുന്നത് ആവറേജ് ഹൈറ്റ് ഓഫ് സീയുടെ, കടലിന്റെ ആവറേജ് ഹൈറ്റിനെയാണ് നമ്മൾ ഈ മീൻ സീ ലെവൽ എന്ന് പറയുന്നത്. അത് 19 വർഷത്തെ ഒബ്സർവേഷൻ, ടൈഡുകളുടെ ഏറ്റക്കുറച്ചിലുകളെല്ലാം കൺസിഡർ ചെയ്ത് നമ്മൾ ഫിക്സ് ചെയ്യുന്ന ഒരു റെഫറൻസ് ഡേറ്റമാണ് മീൻ സീ ലെവൽ എന്ന് പറയുന്നത്. ഇത് ഇന്ത്യയിലെ മീൻ സീ ലെവൽ നമ്മൾ മുംബൈയിലെയാണ് സ്റ്റാൻഡേർഡ് ആയിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതായത് മീൻ സീ ലെവൽ ഈസ് എസ്റ്റാബ്ലിഷ്ഡ് അറ്റ് മുംബൈ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് ടേംസ് യൂസ്ഡ് ഇൻ ലെവലിംഗ് ആണ്. ഇതിൽ ഡേറ്റവും പറഞ്ഞു, മീൻ സീ ലെവലും പറഞ്ഞു. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി അടുത്തത് നമ്മൾ പോകുന്നത് എലിവേഷൻ. ഇത്രയും നേരം നമ്മൾ പറഞ്ഞു വെർട്ടിക്കൽ ഡിസ്റ്റൻസ്, റിഡ്യൂസ്ഡ് ലെവൽ, എലിവേഷൻ എന്നുള്ളൊക്കെ ടേം കേട്ടോ അല്ലെ. എന്താണ് ബൈ ദ ഡെഫിനിഷൻ എന്താണ് ഈ എലിവേഷൻ? സോ എലിവേഷന് പറയുന്ന മറ്റ് 3 പേരുകൾ കൂടി ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് റിഡ്യൂസ്ഡ് ലെവൽ, സെക്കൻഡ് വൺ ഈസ് ഓൾട്ടിറ്റ്യൂഡ് ആൻഡ് തേർഡ് വൺ ഈസ് സ്പോട്ട് ലെവൽ. ഈ 3 രീതിയിലും നമ്മൾ എലിവേഷന് പറയാറുണ്ട്. അപ്പൊ നമ്മൾ ഡേറ്റം എന്താണെന്ന് പറഞ്ഞു അല്ലെ. ഒരു റെഫറൻസ് ആയിട്ടുള്ള ഒരു സർഫസിനെയാണ് നമ്മൾ ഡേറ്റം എന്ന് പറയുന്നത്. സോ ആ ഡേറ്റത്തിൽ നിന്നും ഉള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എബവ് ഓർ ബിലോ ദിസ് ഡേറ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒരു എലിവേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ വരച്ച് കാണിക്കുകയാണെങ്കിൽ അസ്യൂം ചെയ്യുക, ഇതാണ് ഒരു നമ്മുടെ എർത്തിന്റെ സർഫസ് എന്ന് പറയുന്നത്. അപ്പൊ എനിക്കിത് ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ലെറ്റ് ഇറ്റ് ബി എ. ഓക്കെ, എ എന്ന് പറയുന്ന ഒരു പോയിന്റ് എടുത്തു. സോ
ഞാൻ കൺസിഡർ ചെയ്യുന്ന എന്റെ മീൻ സീ ലെവൽ, ഓക്കെ, അല്ലെങ്കിൽ ഡേറ്റം എന്ന് പറയുന്ന ഇതാണ്. സോ ഇവിടെ നിന്നും ഈ ഒരു പർട്ടിക്കുലർ വെർട്ടിക്കൽ പോയിന്റ് അല്ലെ ആ ഒരു വെർട്ടിക്കൽ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് ഞാൻ എന്ത് പറയുന്നത്, വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെയാണ് ദാറ്റ് ഈസ് റെഡ്യൂസ് ലെവൽ അഥവാ എന്ത് പറയുന്നത്, ഓൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ എലിവേഷൻ ഓർ സ്പോട്ട് ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ലെവലിംഗ് എന്ന് പറയുന്ന പ്രോസസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ബെഞ്ച് മാർക്ക്. നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ബെഞ്ച് മാർക്കാണ്. ഓക്കെ, ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു ഡേറ്റവും ബെഞ്ച് മാർക്കും തമ്മിലൂടെ കൺഫ്യൂഷൻ വരാറുണ്ട്. സോ ഡേറ്റം എന്ന് പറയുന്നത് ഒരു ഫിക്സ്ഡ് റെഫറൻസ് സർഫസ് ആണ് ഡേറ്റം. അങ്ങനെയെങ്കിൽ ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് എന്താണ്, ഫിക്സ്ഡ് പോയിന്റ് ഓഫ് നോൺ എലിവേഷനെയാണ് ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത്. അതായത് എലിവേഷൻ അറിയാവുന്ന ഒരു ഫിക്സ്ഡ് പോയിന്റിനെയാണ് ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഒരു ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ദ ക്വസ്റ്റ്യൻ ഈസ് ദ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ഓഫ് എ പോയിന്റ് എബൌട്ട് ദ ഡേറ്റം ഈസ് കോൾഡ്. എന്താണ് ക്വസ്റ്റ്യൻ, എന്താണ്, അതായത് ഡേറ്റത്തിന് മുകളിലേക്കുള്ള ഒരു പോയിന്റിന്റെ വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെ പറയുന്ന പേരാണ് എന്താണ്, ഓപ്ഷൻസ്. ഫസ്റ്റ് വൺ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെന്റ്, സ്റ്റാഫ് റീഡിംഗ്, സ്റ്റാഫ് ഇന്റർസെപ്റ്റ്, എലിവേഷൻ. എന്തായിരിക്കും, വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ഓഫ് എ പോയിന്റ് അബൌട്ട് ദി ഡേറ്റം ഈസ് കോൾഡ് എലിവേഷൻ. സോ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്, എലിവേഷൻ ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ ബെഞ്ച് മാർക്കിനെ കുറിച്ച് പറഞ്ഞു അല്ലെ. സോ പലതരത്തിൽ ബെഞ്ച് മാർക്ക് ഉണ്ട്. അതായത് മെയിൻലി 4 ടൈപ്സ് ഓഫ് ബെഞ്ച് മാർക്ക് ആണ് ഉള്ളത്. ദ ഫസ്റ്റ് വൺ ഈസ് GTS benchmark, that is Great Trigonometrical Survey benchmark. ഓക്കെ, അതിന്റെ ഒരു പിക്ചർ ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്, ദാറ്റ് ഈസ് GTSന്റെ. സോ അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് സർവേ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇന്ത്യ ആണ്. ഇന്ത്യയിലത് സർവേ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇന്ത്യ ആണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇത് നമ്മുടെ മെയിൻ സീ ലെവൽ അറ്റ് മുംബൈയിൽ നിന്നും ഫോർവേഡ് ചെയ്ത് അല്ലെങ്കിൽ അതിൽ നിന്നും ആണ് നമ്മൾ ഈ ഒരു GTS ബെഞ്ച് മാർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഈ GTS ബെഞ്ച് മാർക്സിന്റെ ഇന്റർവെൽ എന്ന് പറയുന്നത് 100 കിലോമീറ്റേഴ്സ് ആയിരിക്കും. ഓക്കെ, സോ GTS ആണ് നമ്മൾ ഇൻ ബിറ്റ്വീൻ, അതായത് ഇന്ത്യയില് 100 കിലോമീറ്റർ ഗ്യാപ്പിലായിരിക്കും നമ്മൾ ഇത് യൂഷ്വലി സെറ്റപ്പ് ചെയ്യുന്നത്. അത് ബൈ ദി സർവേ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇന്ത്യ ആയിരിക്കും ഇത് ക്യാരിഡ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ബെഞ്ച് മാർക്ക് എന്ന് പറഞ്ഞാൽ പെർമനന്റ് ബെഞ്ച് മാർക്കാണ്. ഓക്കെ, ഈ പെർമനന്റ് ബെഞ്ച് മാർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് GTS ബെഞ്ച് മാർക്കിന്റെ ഇൻ ബിറ്റ്വീൻ ആയിരിക്കും, ഇടയിലായിരിക്കും. GTSന് ഇടയിലായിരിക്കും ഈ ഒരു പെർമനന്റ് ബെഞ്ച് മാർക്ക് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അത് അതായത് സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ആയിരിക്കും അല്ലെങ്കിൽ ഓർ സ്റ്റേറ്റ് ഏജൻസീസ് ആയിരിക്കും, ഗവൺമെന്റ് ഏജൻസീസ് ആയിരിക്കും ഈ ഒരു ബെഞ്ച് മാർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇതിന്റെ ഇന്റർവെൽ യൂഷ്വലി പറയുന്നത് 10 കിലോമീറ്റേഴ്സ് ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ ഒരു പിക്ചർ ആണ്, ഒരു പെർമനന്റ് ബെഞ്ച് മാർക്കിന്റെ പിക്ചർ ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് പെർമനന്റ് പോയിന്റ്സ് അല്ലെ ക്ലിയർലി ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു പെർമനന്റ് പോയിന്റ്സ് ആയിരിക്കും നമ്മൾ ഈ ഒരു പെർമനന്റ് ബെഞ്ച് മാർക്കായിട്ട് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ കിലോമീറ്റർ സ്റ്റോൺ, അതുപോലെ തന്നെ റെയിൽവേ പ്ലാറ്റ്ഫോമിലൊക്കെ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. അവിടെ മീൻ സീ ലെവൽ എന്ന് പറഞ്ഞാൽ നമുക്ക് മാർക്ക് ചെയ്തിട്ടുണ്ടാവും, ഇൻ മീറ്റേഴ്സിൽ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. സോ അതാണ് ഒരു പെർമനന്റ് ബെഞ്ച് മാർക്ക് ആയിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ടെമ്പററി ബെഞ്ച് മാർക്കാണ്. സോ ടെമ്പററി ബെഞ്ച് മാർക്കിന്റെ ഒരു പിക്ചർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ ഒരു ടെമ്പററി ബെഞ്ച് മാർക്ക് ക്രിയേറ്റ് ചെയ്യുന്ന നമ്മളിപ്പോ ഒരു സർവേ കണ്ടക്ട് ചെയ്യണം. ഒരു ദിവസം ആ ഒരു സർവേ അവിടെ സ്റ്റോപ്പ് ചെയ്തു, അടുത്ത ദിവസത്തേക്ക് അതിന്റെ ബാക്കി കണ്ടിന്യൂ ചെയ്യാന്ന് വിചാരിക്കാം. ആ ഒരു ടൈമിൽ നമുക്ക് നെക്സ്റ്റ് ഡേയിലേക്ക് വർക്ക് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ബെഞ്ച് മാർക്കിനെയാണ് എന്ത് പറയുന്നത്, ടെമ്പററി ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത്. സോ പിറ്റേ ദിവസം വന്നിട്ട് നമുക്കൊരു വർക്ക് ഒരു ദിവസം സ്റ്റോപ്പ് ചെയ്തു, പിറ്റേ ദിവസം വന്നിട്ട് അത് കണ്ടിന്യൂ ചെയ്യാവുന്ന ഏതിൽ നിന്നായിരിക്കും, ഈ ഒരു ടെമ്പററി ബെഞ്ച് മാർക്കിൽ നിന്നായിരിക്കും ആ ഒരു സർവേ കണ്ടിന്യൂ ചെയ്യുന്നത്. എക്സാമ്പിൾ, ഈ ഒരു ടെമ്പററി ബെഞ്ച് മാർക്കിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ബിൽഡിംഗ് പ്ലിന്ത്, പോസ്റ്റ്, ഗേറ്റ്, ഇതൊക്കെ ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചേഴ്സ് ആയിരിക്കും. സോ അതായിരിക്കും ഒരു ടെമ്പററി ബെഞ്ച് മാർക്കായിട്ട് നമ്മൾ ചൂസ് ചെയ്യാറ്. ഓക്കെ,
ഇനി അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് എന്താണ്? ആർബിട്രറി ബെഞ്ച് മാർക്ക് ഓർ അസ്യൂംഡ് ബെഞ്ച് മാർക്ക്. നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, അതായത് സ്മോൾ ലെവലിംഗ് ഓപ്പറേഷൻസിനൊക്കെ നമ്മൾ ചൂസ് ചെയ്യുന്ന ബെഞ്ച് മാർക്കാണ് ഈ ഒരു ആർബിട്രറി ബെഞ്ച് മാർക്ക് അഥവാ അസ്യൂംഡ് ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത്. നിങ്ങൾ കോളേജിലൊക്കെ സർവേ ചെയ്യാൻ നേരത്ത് നമ്മളോട് മിസ് പറയാറുണ്ട്, ഈ ആ ഒരു പ്ലാറ്റ്ഫോം ഇന്ന ബെഞ്ച് മാർക്കായിട്ട് യൂസ് ചെയ്തു, അതിന്റെ റെഡ്യൂസ് ലെവൽ എന്ന് പറയുന്നത് ഇത്രയാണ്. സോ എന്ന് പറഞ്ഞ പോലെ അതൊരു എക്സാമ്പിൾ ആണ്, ഒരു ആർബിട്രറി ബെഞ്ച് മാർക്കിന് എക്സാമ്പിൾ ആണ്. സോ ടെമ്പററി ലെവലിംഗ് സ്മോൾ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ബെഞ്ച് മാർക്കാണ് ആർബിട്രറി ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണോ? നമ്മളിപ്പോ 4 ടൈപ്സ് ഓഫ് ബെഞ്ച് മാർക്ക് ആണ് പറഞ്ഞത്. ആദ്യം ബെഞ്ച് മാർക്ക് എന്താണെന്ന് പറഞ്ഞു, അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്തത് 4 ടൈപ്സ് ഓഫ് ബെഞ്ച് മാർക്ക്. ദ ഫസ്റ്റ് വൺ ഈസ് എന്തായിരുന്നു? GTS ബെഞ്ച് മാർക്ക്, ദാറ്റ് ഈസ് ഗ്രേറ്റ് ട്രിഗ്നോമെട്രിക്കൽ സർവേ ബെഞ്ച് മാർക്ക് ആണ്. അത് എസ്റ്റാബ്ലിഷ് ചെയ്ത് സർവേ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇന്ത്യ ആണ് അറ്റ് ആൻ ഇന്റർവൽ ഓഫ് അബൌട്ട് 100 kilometers. അത് എന്തിന്റെ ബേസിൽ നിന്നായിരിക്കും? മീൻ സീ ലെവൽ അറ്റ് മുംബൈയിൽ നിന്ന്. അവിടെ ആ ഒരു മീൻ സീ ലെവൽ ബേസിൽ നിന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതായിരിക്കും ഈ ഒരു GTS എന്ന് പറയുന്നത്. ദെൻ പെർമനന്റ് ബെഞ്ച് മാർക്സ് ആയിരിക്കും, അതിനുശേഷം ആർബിട്രറി ബെഞ്ച് മാർക്ക്, ദെൻ ടെമ്പററി ബെഞ്ച് മാർക്ക്. നെക്സ്റ്റ് വൺ ഈസ് എ ക്വസ്റ്റ്യൻ ആണ്. സോ എ ബെഞ്ച് മാർക്ക് ഈസ് എന്താണ്? എ റെഫറൻസ് പോയിന്റ് ഓഫ് നോൺ എലിവേഷൻ, the very first station, the last station where the survey closes. ഏതാണ് കറക്റ്റ് ആൻസർ? ദാറ്റ് ഈസ് റെഫറൻസ് പോയിന്റ് ആണോ? റെഫറൻസ് പോയിന്റ് ആണ്, പക്ഷെ എന്താണത്? ദ പോയിന്റ് ഓഫ് നോൺ എലിവേഷൻ. അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, ഓർത്തിരിക്കേണ്ടത്. ദാറ്റ് ഈസ് പോയിന്റ് ഓഫ് നോൺ എലിവേഷനെയാണ്, നമുക്ക് എലിവേഷൻ അറിയാവുന്ന ആ ഒരു റെഫറൻസ് പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. സോ നെക്സ്റ്റ് ടോപ്പിക് എന്താണ്? മെത്തേഡ്സ് ഓഫ് ലെവലിംഗ്. അതായത് ഏതൊക്കെ രീതിയിൽ നമുക്ക് ലെവലിംഗ് ചെയ്യാം, അല്ലെങ്കിൽ എന്തൊക്കെ ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്തിട്ട് ലെവലിംഗ് ചെയ്യാം എന്നുള്ളതിനെയൊക്കെയാണ് നമ്മൾ, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് ലെവലിംഗ് ചെയ്യുന്നത് എന്നതിനെ ബേസ് ചെയ്തിട്ട് മൊത്തം 4 ലെവലിങ്ങിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ബാരോമെട്രിക് ലെവലിംഗ്, അടുത്തത് ഹിപ്സോമെട്രിക് ലെവലിംഗ്, ദെൻ ഡയറക്ട് ലെവലിംഗ് ഓർ സ്പിരിറ്റ് ലെവലിംഗ്. ഡയറക്ട് ലെവലിംഗിൽ മറ്റൊരു പേരാണ് സ്പിരിറ്റ് ലെവലിംഗ്. അടുത്തത് ഇൻഡയറക്ട് ലെവലിംഗ് ഓർ ട്രിഗ്നോമെട്രിക് ലെവലിംഗ്. ഈ ഓരോ ലെവലിംഗും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ദ ഫസ്റ്റ് വൺ ഈസ് ബാരോമെട്രിക് ലെവലിംഗ്. സോ ബാരോമെട്രിക് എന്ന് പറയുന്ന വേർഡിൽ നിന്ന് തന്നെ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അല്ലെ? എന്താണ് ആ ഒരു വേർഡ് എന്തുമായിട്ട് റിലേറ്റ് ചെയ്ത ടേം ആണ്? ദാറ്റ് ഈസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ അല്ലെ? അറ്റ്മോസ്ഫിയറിക് പ്രഷറുമായിട്ട് റിലേറ്റ് ചെയ്ത ടേം ആണ് ബാരോമെട്രിക്. സോ അത് തന്നെയാണ് നമ്മൾ ഇവിടെ ലെവലിംഗിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അതായത് ഓരോ സ്ഥലത്തെയും അറ്റ്മോസ്ഫിയറിക് പ്രഷർ എങ്ങനെയായിരിക്കും? വ്യത്യാസമായിരിക്കും അല്ലെ? ഉയരം കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ഉയരം താഴ്ചയും ഉയർച്ചയും കൂടുന്നതിനനുസരിച്ച് അവിടുത്തെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പൊ നമുക്ക് 2 പോയിന്റുകൾ, 2 വ്യത്യസ്ത നിലകളിലുള്ള പോയിന്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് ഇൻ എലിവേഷൻ അല്ലെങ്കിൽ അതിന്റെ വെർട്ടിക്കൽ ഡിഫറൻസ് അറിയണമെങ്കിൽ എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഈ ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷർ കണ്ടുപിടിച്ചാൽ മതി. അത് തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് വെച്ചിട്ട് നമുക്ക് എന്താ ഈ ഒരു ലെവൽ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇതാണ് ഒരു ബാരോമെട്രിക് ലെവലിൽ നമ്മൾ ക്യാരിഡ് ഔട്ട് ചെയ്യുന്നത്. അതിന് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റിന്റെ പേരാണ് ബാരോമീറ്റർ. പക്ഷേ ഈ ഒരു മെത്തേഡ് റിലേറ്റീവ്ലി ഇന്നാക്യുറേറ്റ് ആണ്. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് യൂസ് ചെയ്യുന്ന ഒരു റെക്കഗ്നൈസൻസ് സർവീസിക്ക് മാത്രമേ ഇത് ജനറലി യൂസ് ചെയ്യാറുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഹിപ്സോമെട്രിക് ലെവലിംഗ് ആണ്. സോ ഈ ഒരു കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്, അതായത് ടെമ്പറേച്ചർ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ മാറുന്നതുകൊണ്ട് തന്നെ അവിടുത്തെ ടെമ്പറേച്ചർ വ്യത്യാസപ്പെടും അല്ലെ? നമ്മൾ ഓരോ ലെവലിലെ ടെമ്പറേച്ചർ ഡിഫറൻസ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് വ്യത്യാസപ്പെട്ടിരിക്കും. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ ടെമ്പറേച്ചർ ഡിഫറൻസ് വ്യത്യാസപ്പെട്ടിരിക്കുമ്പോൾ തന്നെ അവിടെ വെച്ച് വാട്ടർ ബോയിൽ ചെയ്യാൻ എടുക്കുന്ന ടെമ്പറേച്ചർ എന്ത് തന്നെയായിരിക്കും? വ്യത്യാസം തന്നെയായിരിക്കും. അങ്ങനെയെങ്കിൽ ഈ ടെമ്പറേച്ചർ ഡിഫറൻസ്, ദാറ്റ് ഈസ് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ വാട്ടർ ബോയിൽ, ഈ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് നമ്മൾ കണക്കാക്കിക്കൊണ്ട് 2 പോയിന്റ്സ് തമ്മിലുള്ള എലിവേഷൻ, അതായത് ഈ ഒരു റിലേഷൻഷിപ്പ്, ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ വാട്ടർ ബോയിൽസും അതുപോലെ തന്നെ എലിവേഷനും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് വെച്ചിട്ടാണ് അവിടുത്തെ എന്ത് കണ്ടുപിടിക്കുന്നത്? ചേഞ്ച് ഇൻ എലിവേഷൻ ഓർ റെഡ്യൂസ് ലെവൽ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അതിന് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ഹിപ്സോമീറ്റർ. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ള ട്രിഗ്നോമെട്രിക് ലെവലിംഗ് ആണ്. ഓക്കെ, എന്താണ്
ട്രിഗ്നോമെട്രിക് ലെവൽ. ഈ ഒരു മെത്തേഡില് നമ്മൾ ഒരു പോയിന്റിന്റെ ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഒരു പിക്ചർ എന്ന് പറയുന്നത് ഒരു ബിൽഡിങ്ങിന്റെ ഹൈറ്റ് ആണെന്ന് അസ്യൂം ചെയ്യാം. അങ്ങനെയെങ്കിൽ ഒരു ബിൽഡിങ്ങിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ അവിടെ ചെയ്യുന്ന ഈ ഒരു ടൈപ്പ് ഓഫ് മെത്തേഡിൽ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് മെഷർ ചെയ്യും. അവിടെ വരെയുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്, അതായത് നമ്മൾ എവിടെയാണോ ഇൻസ്ട്രുമെന്റ് സെറ്റ് ചെയ്യുന്നത് അവിടെ നിന്നും നമുക്ക് കണ്ടുപിടിക്കേണ്ട ഹൈറ്റ് കണ്ടുപിടിക്കേണ്ട ഏത് പോയിന്റ് ആണോ അവിടം വരെയുള്ള, ഇവിടെ ഡി എന്ന് പറയുന്ന പോയിന്റ് ആണ്, സോ അവിടം വരെയുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുക. അതുകൂടാതെ അവിടുത്തെ വെർട്ടിക്കൽ ആംഗിൾ, ആ ഒരു ടോപ്പ് സർഫസിലേക്ക് വരെയുള്ള വെർട്ടിക്കൽ ആംഗിൾ മെഷർ ചെയ്യുക. സോ ഈ രണ്ട് ഡീറ്റെയിൽസ് വെച്ചിട്ട് നമ്മൾ കുറച്ച് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസിന്റെ ബേസിൽ ഈ ഒരു എലിവേഷൻ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്, ട്രിഗ്നോമെട്രിക് ലെവലിംഗ്. ആ പേരിൽ തന്നെ ഉണ്ട്. നമ്മൾ എലിവേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ട്രിഗ്നോമെട്രിക് ലെവലിംഗ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആസ് വെൽ ആസ് ദി വെർട്ടിക്കൽ ആംഗിൾ യൂസ് ചെയ്തിട്ട് എന്താണ് എലിവേഷൻസ് ഓഫ് പോയിന്റ്സ് കണ്ടുപിടിക്കുകയാണ് ഈ ഒരു ട്രിഗ്നോമെട്രിക് ലെവലിംഗിൽ ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തയിലേക്ക് മൂവ് ചെയ്യാം. നെക്സ്റ്റ് മെത്തേഡ്. ഇപ്പൊ നമ്മൾ നെക്സ്റ്റ് മെത്തേഡ് ഓഫ് ലെവലിംഗിലേക്കാണ് പോകുന്നത്. ദാറ്റ് ഈസ് ഡയറക്റ്റ് ലെവലിംഗ്, അല്ലെങ്കിൽ അതിന് പറയുന്ന മറ്റൊരു പേരാണ് സ്പിരിറ്റ് ലെവലിംഗ്. ഓക്കെ, ഈ ഒരു ടൈപ്പ് ഓഫ് മെത്തേഡിൽ ഒരു സ്പിരിറ്റ് ലെവൽ ഉണ്ടാവും, അതുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു ടെലസ്കോപ്പ് ഉണ്ടാവും, അതുപോലെ തന്നെ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്രാജുവേറ്റഡ് റോഡ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ഈ ഒരു ഡയറക്റ്റ് ലെവലിൽ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് എന്തൊക്കെയായിരിക്കും, ഇതിൽ നിന്ന് തന്നെ നമുക്ക് ക്ലിയർ ആണ്. ഒരു ലെവൽ ഉണ്ടാവും, അതുപോലെ തന്നെ എന്താണ് ഒരു ഗ്രാജുവേറ്റഡ് റോഡിന് നമ്മൾ പറയുന്ന പേരെന്താണ്, ലെവലിംഗ് സ്റ്റാഫ്. ഓക്കെ, ഈ രണ്ട് ഇൻസ്ട്രുമെന്റ്സ് ആണ് മെയിൻ ആയിട്ട് നമുക്ക് ലെവലിംഗിന് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇൻസ്ട്രുമെന്റ്സ് യൂസ്ഡ് ഫോർ ലെവലിംഗ് ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത സെഷൻസിൽ നോക്കുന്നതാണ്. സോ നമ്മൾ ഇപ്പം ഡയറക്റ്റ് ലെവലിംഗിന് നമ്മൾ ഈ ഇൻസ്ട്രുമെന്റ്സ് രണ്ടുമാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. സോ അതിന് തന്നെ ഡയറക്റ്റ് ലെവലിംഗിന് 7 ആയിട്ട് പിന്നെയും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഈസ് സിമ്പിൾ ലെവലിംഗ്, റെസിപ്രോക്കൽ ലെവലിംഗ്, ക്രോസ് സെക്ഷനിങ്, ചെക്ക് ലെവലിംഗ്, ഡിഫറൻഷ്യൽ ലെവലിംഗ്, പ്രൊഫൈൽ ഓർ ലോഞ്ചിറ്റ്യൂഡിനൽ ലെവലിംഗ് ആൻഡ് ഫ്ലൈ ലെവലിംഗ്. ഓക്കെ, ഈ ഇത്രയും ലെവലിംഗിന് നമുക്ക് ഓരോന്നായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ദ ഫസ്റ്റ് വൺ ഈസ് സിമ്പിൾ ലെവലിംഗ്. അല്ലെ, ആ ഒരു പേര് തന്നെയുണ്ട്. ആ ഒരു പിക്ചർ നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും. ദാറ്റ് ഈസ് ഒരു സിംഗിൾ സെറ്റപ്പ് കൊണ്ട് 2 പോയിന്റുകൾക്കിടയിലുള്ള അല്ലെ ആ ഒരു 2 പോയിന്റുകൾ തമ്മിലുള്ള ലെവൽ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറ്റുവാണ്. ഒരൊറ്റ സെറ്റപ്പ്, അതായത് ആ ഒരു ഇൻസ്ട്രുമെന്റ് ഒരു തവണയെ സെറ്റ് ചെയ്യുന്നുള്ളൂ. അതായത് ആ 2 പോയിന്റ്, ഏത് 2 പോയിന്റുകൾ തമ്മിലുള്ള ലെവൽ ഡിഫറൻസ് ആണോ നമുക്ക് കണ്ടുപിടിക്കേണ്ട, ആ 2 പോയിന്റുകൾക്കിടയിൽ ഒരൊറ്റ തവണ മാത്രം ഇൻസ്ട്രുമെന്റ് സെറ്റ് ചെയ്യാം. അല്ലാതെ ഇൻസ്ട്രുമെന്റ് പിന്നീട് എടുത്ത് വേറെ സ്ഥലങ്ങളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നൊന്നുമില്ല. ഒരൊറ്റ സിംഗിൾ സെറ്റപ്പിൽ തന്നെ 2 പോയിന്റുകൾക്കിടയിലുള്ള ഡിഫറൻസ് ലെവൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിനെയാണ് സിമ്പിൾ ലെവലിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അപ്പൊ ഞാൻ പറഞ്ഞു ഈ ഒരു ലെവൽ എവിടെയായിരിക്കും സെറ്റ് ചെയ്യുക, ആ 2 പോയിന്റുകളുടെ ഇടയിലായിരിക്കും. അങ്ങനെയെങ്കിൽ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒരു സിമ്പിൾ ലെവലിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ഒരു പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, നടുക്കൊരു ലെവല് ഇൻസ്ട്രുമെന്റ് വെച്ചിട്ടുണ്ട്. ഈ ഒരു പർട്ടിക്കുലർ, അതായത് ഫസ്റ്റ് സ്റ്റാഫ് ആണ്, ഗ്രാജുവേറ്റഡ് സ്റ്റാഫ് ആണ് എ എന്ന് പറയുന്ന ഒരു പോയിന്റ്. അതുപോലെ തന്നെ രണ്ടാമത്തെ സ്റ്റാഫ് ഹെൽഡ് ചെയ്തിരിക്കുന്ന പോയിന്റ് ആണ് ബി. ഇവ തമ്മിലുള്ള ഹൈറ്റ് ഡിഫറൻസ്, അതായത് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതായിരിക്കത്തില്ലേ. സോ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന സിമ്പിൾ ലെവലിംഗ് ആണ് ഈ ഒരു കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ ലൈൻ എന്താണ്, അതാണ് ഹൊറിസോണ്ടൽ ലൈൻ ഓഫ് സൈറ്റ്. ഓക്കെ, ഇനി അടുത്തത് രണ്ടാമത്തെ ടൈപ്പ് ആണ്. അതായത് ഡയറക്റ്റ് ലെവലിംഗിൽ തന്നെ ഡിവൈഡ് ചെയ്തിരിക്കുന്നതിൽ രണ്ടാമത്തെ ടൈപ്പ് ആണ് ഫ്ലൈ ലെവലിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കണ്ടക്ടഡ് വെൻ, അതായത് നമ്മുടെ ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് ഒത്തിരി ദൂരെ, വർക്ക് സ്റ്റേഷനിൽ നിന്നും വളരെയധികം ദൂരെയാണ്. പക്ഷെ നമുക്ക് ലെവലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ടെമ്പററി ബെഞ്ച് മാർക്കിനെ ആ വർക്ക് സ്റ്റേഷന്റെ അടുത്തേക്ക് നമ്മൾ ലൊക്കേറ്റ് ചെയ്യും. അല്ലെങ്കിൽ ഒരു ടെമ്പററി ബെഞ്ച് മാർക്കിനെ നമ്മൾ ഏതാ നമുക്ക് തന്നിരിക്കുന്ന ഒറിജിനൽ ബെഞ്ച് മാർക്കിൽ നിന്നും വർക്ക് സ്റ്റേഷന്റെ അടുത്തായിട്ട് നമ്മൾ സെറ്റപ്പ് ചെയ്യും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, ലെവലിംഗ് കണ്ടിന്യൂ ചെയ്യും. അപ്പൊ ഈ ഒരു കേസിൽ ബാക്ക് സൈറ്റും ഫോർ സൈറ്റും 2 റീഡിംഗ് മാത്രമേ എടുക്കുകയുള്ളൂ. അപ്പൊ നമുക്ക് ഈ ബാക്ക് സൈറ്റ് എന്താണ്, ഫോർ സൈറ്റ് എന്താണെന്നുള്ളത് കമ്മിങ് സ്ലൈഡ്സിൽ നമ്മൾ പറയുന്നുണ്ട്. സോ ബാക്ക് സൈറ്റും ഫോർ സൈറ്റും മാത്രമാണ്, അതായത് ഇന്റർമീഡിയറ്റ് സൈറ്റ് എന്ന് പറയുന്ന ഒരു റീഡിങ്
ഈ ഒരു ലെവലിംഗിൽ എടുക്കാറില്ല. ഈ ഒരു ലെവലിംഗ് നമ്മൾ മെയിൻലി ചൂസ് ചെയ്യുന്ന എപ്പോഴായിരിക്കും? നമുക്ക് തന്നിരിക്കുന്ന ഒറിജിനൽ ബെഞ്ച് മാർക്ക് എന്ന് പറയുന്ന വളരെയധികം ദൂരത്താണെങ്കിൽ, വർക്ക് സ്റ്റേഷനിൽ നിന്ന് ദൂരത്താണെങ്കിൽ നമ്മൾ ഒരു ടെമ്പററി ബെഞ്ച് മാർക്ക് ഫിക്സ് ചെയ്തിട്ട് ചെയ്യുന്ന ലെവലിംഗ് ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി അടുത്തത് നമുക്ക് മൂവ് ചെയ്യുന്നത് ഡിഫറൻഷ്യൽ ലെവലിംഗ്. അതിനെ തന്നെ കണ്ടിന്യൂസ് ലെവലിംഗ്, കോമ്പൗണ്ട് ലെവലിംഗ് എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, ഈ നമ്മൾ ചെയ്യുന്ന എല്ലാ ഓൾമോസ്റ്റ് കുറേയൊക്കെ ലെവലിംഗും എന്താണ് ഡിഫറൻഷ്യൽ ലെവലിംഗ് തന്നെയായിരിക്കും. അത് എപ്പോഴൊക്കെ ആയിരിക്കും ചൂസ് ചെയ്യുന്നത്? ഫസ്റ്റ് കണ്ടീഷൻ, അതായത് നമുക്ക് തന്നിരിക്കുന്ന പോയിന്റുകൾ എന്ന് പറയുന്നത് വളരെയധികം ദൂരത്തിലാണ്. പിന്നെ ഈ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള, അല്ലെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന പോയിന്റ്സ് തമ്മിലുള്ള എലിവേഷൻ എന്ന് പറയുന്ന ഡിഫറൻസ് വളരെ കൂടുതലാണെങ്കിൽ ആ ഒരു കേസിൽ നമ്മൾ ഈ ഒരു ടൈപ്പ് ഓഫ് ലെവലിംഗ് ആയിരിക്കും യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഒബ്സ്ട്രക്ഷൻസ്, നമുക്ക് തന്നിരിക്കുന്ന പോയിന്റ്സുകൾക്കിടയിൽ ഒബ്സ്ട്രക്ഷൻസ് ഉണ്ടെങ്കിൽ ആ ഒരു കേസിൽ നമ്മൾ ഈ ഒരു ലെവലിംഗ് തന്നെയാണ് ചൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്തത് പോകുന്നത് എങ്ങോട്ടാ? ചെക്ക് ലെവലിംഗ്. ഓക്കെ, ചെക്ക് ലെവലിംഗിന്റെ ഒരു പിക്ചർ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. സോ നമുക്ക് ഈ പിക്ചറിലേക്ക് വരുന്നതിന് മുമ്പ് എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, ഈ ഒരു ചെക്ക് ലെവലിംഗ് നമ്മൾ എപ്പോഴും ക്യാരിഡ് ഔട്ട് ചെയ്യുന്നത് ആ ഒരു പ്രോസസ്സിന്റെ അല്ലെങ്കിൽ ആ ഒരു ലെവലിംഗിന്റെ ആക്യുറസി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു ലെവലിംഗിന്റെ ആക്യുറസി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലെവലിംഗ് ആണ് ചെക്ക് ലെവലിംഗ് എന്ന് പറയുന്നത്. ഇത് യൂഷ്വലി കണക്ട് ചെയ്യുന്നത് സ്റ്റാർട്ടിംഗ് പോയിന്റ്, അതായത് സർവേ സ്റ്റാർട്ടിംഗ് പോയിന്റും സർവേയുടെ എൻഡിങ് പോയിന്റും തമ്മിൽ കണക്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ ഒരു ലെവലിംഗ് ചെയ്യുന്നത്. ഈ ലെവലിംഗ് കണ്ടക്ട് ചെയ്യുന്ന ഫ്ലൈ ലെവലിംഗ് യൂസ് ചെയ്തിട്ടായിരിക്കും. അതായത് എന്താണ്, ഫോർസൈറ്റും ബാക്ക് സൈറ്റും മാത്രമേ എടുക്കാറുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു ചെക്ക് ലെവലിംഗ് എപ്പോഴായിരിക്കും ചെയ്യുക? ആ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് ആ ലാസ്റ്റ് എൻഡ് ഡേ ഓഫ് വർക്കിലായിരിക്കും ചെയ്യുക. എൻഡ് ഡേ ഓഫ് വർക്കിലായിരിക്കും ചെയ്യുക. ഓക്കെ, അപ്പം ചെക്ക് ലെവലിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഓക്കെ, ഈ ഒരു പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഓക്കെ, അതായത് എന്താണ്? ദാറ്റ് ഈസ് ഫോർസൈറ്റും ബാക്ക് സൈറ്റും മാത്രമേ ഈ കൂട്ടത്തിൽ എടുക്കുകയുള്ളൂ. അതായത് സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡ് പോയിന്റിനെ കണക്ട് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ലെവലിംഗ് ആയിരിക്കും, ഫ്ലൈ ലെവലിംഗ് ആയിരിക്കും ക്യാരിഡ് ഔട്ട് ചെയ്യുക. ഓക്കെ, ഇനി അടുത്തത് നെക്സ്റ്റ് മൂവ് ഓൺ ടു ദി പ്രൊഫൈൽ ലെവലിംഗ് ഓർ ലോഞ്ചിറ്റ്യൂഡിനൽ ലെവലിംഗ്. ഓക്കെ, ഈ ഒരു കേസിൽ നമ്മൾ എന്താ ചെയ്യുന്നേ? ഇവിടെ നിങ്ങൾക്ക് അതിന്റെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഫിക്സ്ഡ് ഇന്റർവെൽ ഓഫ് ഡിസ്റ്റൻസിൽ നമ്മൾ എലിവേഷൻ കണ്ടുപിടിക്കാം. അതായത് ദ പ്രോസസ് ഓഫ് ഡിറ്റർമൈനിങ് ദ എലിവേഷൻ ഓഫ് പോയിന്റ്സ് അറ്റ് ഷോർട്ട് മെഷേർഡ് ഇന്റർവെൽ along a fixed line. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സെന്റർ ലൈൻ ഓഫ് എ റെയിൽവേ അല്ലെങ്കിൽ ഹൈവേ, കനാൽ, സീവർ ലൈനിന്റെ ഒക്കെ ലൈനിലൂടെ നമ്മൾ ഫിക്സ്ഡ് ഷോർട്ട് മെഷേർഡ് ഇന്റർവെല്ലില് പോയിന്റുകളുടെ എലിവേഷൻ കണ്ടുപിടിക്കുക. അതിനെയാണ് എന്ത് പറയുന്നത്? പ്രൊഫൈൽ ഓർ ലോഞ്ചിറ്റ്യൂഡിനൽ ലെവലിംഗ്. ഓക്കെ, സോ അതിന്റെ രണ്ട് സ്കെയിലാണ് ഉണ്ടാവുക, ഹൊറിസോണ്ടൽ സ്കെയിലും വെർട്ടിക്കൽ സ്കെയിലും. ഹൊറിസോണ്ടൽ സ്കെയിൽ എന്ന് പറയുന്നത് 1 in 1000 to 1 in 2500 വരാറുണ്ട്. അതുപോലെ തന്നെ വെർട്ടിക്കൽ സ്കെയിൽ വേരി ചെയ്യുന്ന 100 to 1 in 200 ആയിരിക്കും. ഓക്കെ, സോ ഈ പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആവും. അതായത് ഇവിടെ നോക്കിയേ, നമ്മുടെ ഹൊറിസോണ്ടൽ ഇന്റർവെൽ എന്ന് പറയുന്ന 10 മീറ്റർ അല്ലെ, അത് ഫിക്സ്ഡ് ആയിരിക്കും. ഒരു സെയിം ഇന്റർവെൽ ഓഫ് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിലായിരിക്കും നമ്മൾ ഈ ഒരു എലിവേഷൻ, ഓരോ പോയിന്റുകളുടെ എലിവേഷൻ കണ്ടുപിടിച്ചിരിക്കുക. ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു എ എന്ന് പറയുന്ന പോയിന്റിന്റെ എലിവേഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് റെഡ്യൂസ് ലെവൽ 3.005 മീറ്റർ. അങ്ങനെ ഓരോ പർട്ടിക്കുലർ ഇന്റർവെൽ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ഇന്റർവെൽ ഓഫ് ഡിസ്റ്റൻസിൽ നമ്മൾ ഓരോ പോയിന്റിന്റെയും കണ്ടുപിടിച്ച് പോവുക. ഇത് യൂഷ്വലി ചെയ്യുന്നത് നമ്മൾ റെയിൽവേ, റോഡ് ഇതിന്റെയൊക്കെ സർവേക്കായിരിക്കും. ഈ ഒരു എലോങ് ദി, അതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എലോങ് ദി ലെങ്ത് ഓഫ് സർവേ. ഓക്കെ, അല്ലെ എലോങ് ദി റൂട്ടിൽ തന്നെയാണ് നമ്മൾ ചെയ്യാറ്. ഓക്കെ, ഇനി അടുത്ത നമുക്ക് ടേം എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള അല്ലെ അടുത്ത ടൈപ്പ് ഓഫ് ലെവലിംഗ് എന്ന് പറയുന്നത് ക്രോസ് സെക്ഷണൽ ലെവലിംഗ് ആണ്. അപ്പൊ നമുക്ക് ഇപ്പൊ പറഞ്ഞത് പ്രൊഫൈൽ ലെവലിംഗ് ആയിരുന്നു അല്ലെ. സോ പ്രൊഫൈൽ ലെവലിംഗിന് അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ ലെവലിംഗിന് ക്രോസ് ആയിട്ട്, അതായത് അതിന് റൈറ്റ് ആംഗിൾ ആയിട്ട് നമ്മൾ ചെയ്യുന്ന ലെവലിംഗിനെയാണ് ക്രോസ് സെക്ഷണൽ ലെവലിംഗ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഇതാണ് ഇപ്പൊ ഒരു റെയിൽവേ ലൈൻ അല്ലെ ഒരു റോഡ് കൺസിഡർ ചെയ്ത, ഇതാണ് എലോങ് ദി റോഡാണ് ഈ
സെൻട്രൽ ലൈൻ കാണിച്ചിരിക്കുന്നത്. ആ സെൻട്രൽ ലൈനിന്റെ അപ്പുറത്തെ വശത്തേക്കും അതായത് ഈ വശത്തേക്കും ഇരുവശങ്ങളിലേക്കും നമ്മൾ പോയിന്റുകൾ ചൂസ് ചെയ്യുക. ആ പോയിന്റുകളുടെ എലിവേഷൻ കണ്ടുപിടിക്കാം. അതിനെയാണ് എന്ത് പറയുന്നത്? ക്രോസ് സെക്ഷണൽ ലെവലിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ യൂഷ്വലി ഇത് ചെയ്യുന്നത് എർത്ത് വർക്കിന്റെ അല്ലെങ്കിൽ എർത്ത് വർക്ക് ഡീറ്റെയിൽസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ക്രോസ് സെക്ഷണൽ ലെവലിംഗ് ചെയ്യുന്നത്. സോ ആ ഒരു നമ്മൾ ഒരു റോഡിന്റെ ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ കുറുകെ സെൻട്രൽ ലൈനിന്റെ വലത്തേക്കും ഇടത്തേക്കും ഉള്ള ലെവലിംഗ് ഓരോ പോയിന്റുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ആ പോയിന്റുകളുടെ ലെവലിംഗ് ചെയ്യുന്നതിനെയാണ് ക്രോസ് സെക്ഷണൽ ലെവലിംഗ് എന്ന് പറയുന്നത്. അതിന്റെ സ്കെയില് നമ്മൾ യൂഷ്വലി ഇതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് എന്താണ്? ടു ഫൈൻഡ് ദ ലാറ്ററൽ ഔട്ട്ലൈൻ ഓഫ് ദി ലെവൽ സർഫസ്. ലെവൽ സർഫസിന്റെ ലാറ്ററൽ ഔട്ട്ലൈൻ കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ എർത്ത് വർക്ക് ക്വാണ്ടിറ്റീസ് എസ്റ്റിമേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു ലെവലിംഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിന്റെ ഹൊറിസോണ്ടൽ സ്കെയിലും വെർട്ടിക്കൽ സ്കെയിലും എന്ത് തന്നെയായിരിക്കും? സെയിം തന്നെയായിരിക്കും. ദാറ്റ് ഈസ് 1/100 to 1/200 ആയിരിക്കും. ഓക്കെ, ഇത്രയും ഓക്കെ ആണോ? നമ്മളിപ്പോ ഡയറക്റ്റ് ലെവലിംഗിന്റെ ഒരു പർട്ടിക്കുലർ ടൈപ്പ് ദാറ്റ് ഈസ് ക്രോസ് സെക്ഷണൽ ലെവലിംഗ് ആണ് ഡിസ്കസ് ചെയ്തത്. ഇനി അടുത്തത് ദ ലാസ്റ്റ് വൺ ഓഫ് ഡയറക്റ്റ് ലെവലിംഗ് ആണ് ഉള്ളത്. ദാറ്റ് ഈസ് റെസിപ്രോക്കൽ ലെവലിംഗ്. എന്താണ് റെസിപ്രോക്കൽ ലെവലിംഗ്? അപ്പോ ഇത് നമ്മൾ ചെയ്യുന്നത്, നമുക്കൊരു റിവർ ഉണ്ട്, ആ റിവറിന് കുറുകെ നമുക്കൊരു ലെവലിംഗ് കണ്ടുപിടിക്കണം. അതായത് അതിന്റെ അപ്പുറയും ഇപ്പുറയും തമ്മിലുള്ള പോയിന്റ്സുകളുടെ എലിവേഷൻ ഡിഫറൻസ് കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് നടുക്കൂടെ ഈ റിവർ ആക്സസ് ചെയ്യാൻ പറ്റില്ല. സോ ആ ഒരു കേസിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? റെസിപ്രോക്കൽ ലെവലിംഗ് ആയിരിക്കും യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് വളരെ ആക്യുറസി തരുന്ന ഒരു മെത്തേഡാണ്. കൂടാതെ ഇത് എലിമിനേറ്റ് ചെയ്യും. അതായത് എറേഴ്സ് ഇൻ പെർമനന്റ് അഡ്ജസ്റ്റ്മെന്റ് കൊണ്ടുണ്ടാവുന്ന എററുകൾ എലിമിനേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ കമ്പൈൻഡ് എഫക്ട് ഓഫ് കർവേച്ചർ ആൻഡ് അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ, ഈ ടേംസ് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യുന്നതാണ്. അതായത് എറേഴ്സ് ആണ് എർത്തിന്റെ കർവേച്ചർ കൊണ്ടും അതുപോലെ തന്നെ അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ കൊണ്ടും നമ്മുടെ ലെവലിംഗ് മെഷർമെന്റ്സിൽ എറേഴ്സ് സംഭവിക്കാം. സോ ഈ എറേഴ്സും ഒക്കെ മിനിമൈസ് ചെയ്യാൻ നമുക്ക് എന്താണ് ഈ ഒരു റെസിപ്രോക്കൽ ലെവലിംഗ് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. ദാറ്റ് ഈസ് എഫക്ട് ഓഫ് കർവേച്ചർ കംപ്ലീറ്റ്ലി ഈ ഒരു മെത്തേഡ് കൊണ്ട് എലിമിനേറ്റ് ആവാറുണ്ട്. അപ്പൊ ഈ ഒരു പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ദാറ്റ് ഈസ് ഇതൊരു റിവർ കാണിച്ചിട്ടുണ്ട്. എ ബി എന്ന് പറയുന്ന രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഹൈറ്റ് ഡിഫറൻസ് അല്ലെങ്കിൽ എലിവേഷൻ ഡിഫറൻസ് ആണ് ഇവിടെ കണ്ടുപിടിക്കുന്നത്. അങ്ങനെയെങ്കിൽ എ എന്ന് പറയുന്ന പോയിന്റിൽ ആദ്യം ഇൻസ്ട്രുമെന്റ് സെറ്റ് ചെയ്തതിനു ശേഷം ബി എന്ന് പറയുന്ന പോയിന്റിൽ ലെവലിംഗ് സ്റ്റാഫ് ഹെൽഡ് ചെയ്ത് നമ്മൾ എന്താണ് ബിയിലേക്കുള്ള മെഷർമെന്റ്സ് എടുക്കുന്നു. ദാറ്റ് ഈസ് B1 എടുക്കുന്നു. അതിനുശേഷം ഇൻസ്ട്രുമെന്റ് ഷിഫ്റ്റ് ചെയ്യുന്നു. ലെവലിംഗ് സ്റ്റാഫ് എയിലേക്ക് വെച്ച് ബിയിൽ ഇൻസ്ട്രുമെന്റ് ഷിഫ്റ്റ് ചെയ്തുള്ള മെഷർമെന്റ് ദാറ്റ് ഈസ് A2 എടുക്കുന്നു. അങ്ങനെയെങ്കിൽ ഇതിന്റെ രണ്ടിനെയും കൂടെ ദ ആവറേജ് ഓഫ് ഡിഫറൻസ് ഇൻ എലിവേഷൻ H is equal to A1 minus B1 plus A2 minus B2 by 2 ആയിരിക്കും നമുക്ക് ഡിഫറൻസ് ഇൻ എലിവേഷൻ. അതായത് ഈ രണ്ട് പോയിന്റുകൾ എയും ബി എന്ന് പറയുന്ന രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള എലിവേഷൻ ഡിഫറൻസ് ആയിട്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഓക്കെ,